പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യാക്കോബിൻ്റെ ലേഖനം 1:20 മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ദൈവത്തിൻ്റെ എന്ത് നീതിയെയാണ് അല്ലെങ്കിൽ ഏത് നീതിയെയാണ് മനുഷ്യൻ എങ്ങനെ നിവർത്തിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നിത്യനായ ദൈവത്തിൻ്റെ, നീതിമാനായ ദൈവത്തിൻ്റെ, നീതിയോട് വിധിക്കുന്ന ദൈവത്തിൻ്റെ എന്നേക്കും നിലനിൽക്കുന്ന ഈ നീതി എന്താണ്? തൻ്റെ കരുത്താൽ ഉണ്ടാക്കപ്പെട്ട തൻ്റെ മക്കൾ പിശാചിനാൽ വശീകരിക്കപ്പെടുകയും പാപത്തിന് അടിമപ്പെടുകയും ചെയ്തപ്പോൾ അവരെ, അതായത് നമ്മെ ഓരോരുത്തരെയും വീണ്ടും തന്നിലേക്ക് മടക്കി വരുത്തുവാൻ പിതാവിൻ്റെ തികഞ്ഞ സ്നേഹത്തോടെയും നിറഞ്ഞ കരുതലോടുകൂടെയും താൻ ഒരുക്കിയ ആ രക്ഷാപദ്ധതിയാണ് ദൈവത്തിൻ്റെ നീതിയായി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് സാത്താൻ്റെ കെണിയിൽപ്പെട്ട തന്നിൽ നിന്നും അകലേക്ക് അകന്നുപോയ ജനത്തെ സ്വയം വിടുവിക്കുവാനോ അല്ലെങ്കിൽ ജനത്തിന് സ്വയം തങ്ങളെ തന്നെ വിടുവിക്കുവാനോ രക്ഷപ്പെടുവാനോ മറ്റൊരാൾ വന്ന് തങ്ങളെ രക്ഷപ്പെടുത്തുവാനോ ഇല്ലാതെ ഇരുന്നപ്പോൾ ദൈവം തന്നെ അതിനായി തയ്യാറെടുക്കുകയാണ്. ഒരു രക്ഷകനായി ദൈവം തന്നെ ഒരു രക്ഷകനായി തീരുകയാണ്. അപ്പോൾ നമ്മുടെ ആ രക്ഷാപദ്ധതി അതായത് ആ രക്ഷാപദ്ധതി ദൈവം ഒരു ഗ്രൂപ്പിന് വേണ്ടി മാത്രം നൽകാതെ ലോകത്തിലെ സകല മനുഷ്യർക്കും ഒരുപോലെ നൽകിക്കൊണ്ടാണ് തൻ്റെ ആ നീതി നടപ്പിൽ വരുത്തിയത്. അതായത് ദൈവത്തിൻ്റെ നീതി എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാനുള്ളതാണ്. അവിടെ യവനനെന്നോ യഹൂദനെന്നോ ബർബരനെന്നോ ദാസനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ, മുഖപക്ഷമില്ലാതെ, അവിടെ ഒരു മുഖപക്ഷവും ദൈവം അവിടെ കാണിക്കുന്നില്ല. രക്ഷപ്പെടുവാനുള്ള എല്ലാവർക്കുമായിട്ട് ആ ഒരു വഴിയെ ദൈവമായ കർത്താവ് ആ വഴിയെ ദൈവം എല്ലാവർക്കും ഒരുപോലെ ഒരുക്കുകയാണ് ചെയ്തത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ യേശു എന്ന നാമമല്ലാതെ ഒരു നാമവുമില്ല. ഒരിക്കൽ നമ്മുടെ അരുമനാഥനായ കർത്താവ് ഇപ്രകാരം പറയുവാൻ ഇടയായിത്തീരുന്നു: പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇപ്പോഴെന്നെ കാണുന്നു, ഇനി നിങ്ങൾ കാണാതെ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ നീതിയെക്കുറിച്ച്, അതായത് ദൈവം ഒരുക്കിയ രക്ഷാപദ്ധതിയെക്കുറിച്ചും ആ പദ്ധതി അതുപോലെ തന്നെ പുത്രനായ യേശു വന്ന് നടപ്പിൽ വരുത്തിയെന്നും ആ രക്ഷാപദ്ധതി ഇന്ന് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധം വരുത്തി തരുമെന്നാണ് പറഞ്ഞത്. അതേ പ്രിയമുള്ളവരെ, മുഖപക്ഷം ഇല്ലാത്ത ദൈവം താൻ ഒരുക്കിയ ആ രക്ഷാപദ്ധതി എല്ലാവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കുവാനും രക്ഷ നേടുവാനുമുള്ള അവകാശം ഒരുപോലെ നൽകിക്കൊണ്ട് എന്നേക്കും നിലനിൽക്കുന്ന ആ ഒരു ശാശ്വത നിയമം ദൈവമായ കർത്താവ് ചെയ്തു. അതാണ് ദൈവത്തിൻ്റെ നീതി. ദൈവം നമ്മോട് കാണിച്ച ആ വലിയ നീതി എന്ന് പറയുന്നത് അതാണ്. അതിന് തെളിവായി അരുമനാഥൻ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. ദൈവം ഒരുക്കിയ പദ്ധതി, പിതാവ് ഒരുക്കിയ പദ്ധതി മകൻ നടപ്പിൽ വരുത്തി. ഇനി നാം ഇത് കയറി ഒന്നും ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ആ വഴിയിലൂടെ പോവുക മാത്രം മതി. ഇത് ഇടയ്ക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഇന്നും നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു. അതായത് ദൈവസാന്നിധ്യം ഇല്ലാതെ ഒരാൾക്കും ഒരിക്കലും ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നാം ജീവിക്കേണ്ടത് അത്യാവശ്യം ആയ കാര്യം തന്നെയാണ്. പൊരുളായ പുതിയ നിയമത്തിൻ്റെ നിഴലാണല്ലോ പഴയ നിയമം എന്ന് പറയുന്നത്. അതായത് പൊരുളായ ക്രിസ്തുവിൻ്റെ നിഴലാണ് പഴയ നിയമം. നിഴലിന് ഒരിക്കലും മാറി നിൽക്കുവാനോ ആർക്കും അത് മാറ്റുവാനോ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ പൊരുൾ ഇല്ലാതെ ഇരിക്കണം. അതായത് ക്രിസ്തു നമ്മുടെ മുന്നിൽ വരച്ച് കിട്ടിയിരിക്കെ ക്രിസ്തു ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിനെ മാറ്റി വയ്ക്കുവാനും കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന് ഒരിക്കലും മാറ്റമില്ല. അങ്ങനെയെങ്കിൽ നിഴലും അതിനോടൊപ്പം തന്നെ ഉണ്ടാകും. അതായത് പുതിയ നിയമവും പഴയ നിയമവും ഒരുപോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആമേൻ. അനേകം ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് പറയാനുണ്ടെങ്കിലും ഒരു കാര്യം മാത്രം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ നീതിയുള്ള രക്ഷാപദ്ധതിയെക്കുറിച്ച് പഴയ നിയമത്തിൽ വ്യക്തമായി പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ഒറ്റ വാതിൽ മാത്രമുള്ള നോഹയുടെ പെട്ടകം.
ആ പെട്ടകവും രക്ഷയ്ക്ക് വേണ്ടി അതിൽ കയറിയ ചുരുക്കം പേരുടെയും ചരിത്രം നാം അവിടെ കാണുന്നുണ്ട്. അതായത് അത് പൊരുളായി പുതിയ നിയമത്തിൽ വന്നപ്പോൾ ക്രിസ്തു എന്ന ഏകവാതിലിലൂടെ പിതാവിലേക്കുള്ള പ്രവേശനം ദൈവമായ കർത്താവ് നമുക്ക് സാധിപ്പിച്ച് തരികയാണ് ചെയ്തത്. ക്രിസ്തു എന്ന വാതിലിലൂടെ പിതാവിലേക്ക് കടന്നു പോകുന്നവർക്ക് എല്ലാവർക്കും ആ രക്ഷയുടെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ നിത്യതയിലേക്ക് എത്തപ്പെടുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് സകല പേരും മാനസാന്തരപ്പെട്ട് ക്രിസ്തു എന്ന വാതിലിലൂടെ പിതാവിൻ്റെ അടുക്കിലേക്ക് വരണമെന്നാണ്. ഈ ലോകത്തിലെ എല്ലാവരെയും ക്രിസ്തു എന്ന വാതിലിലൂടെ ഒരു വ്യക്തിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം തൻ്റെ ദാസന്മാരെ പല ഇടങ്ങളിലാക്കി ചിതറിച്ച് ആക്കിയിരിക്കുന്നത്. അവരിലൂടെ അവർ താമസിക്കുന്ന ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ ദേശം വിടുവിക്കപ്പെടുവാൻ ക്രിസ്തു ഇടയാകുന്നു. ക്രിസ്തുവിൻ്റെ ഈ മനസ്സറിഞ്ഞ് വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്ന ദേവദാസന്മാർ അനുഗ്രഹിക്കപ്പെട്ട് തന്നെ ഇരിക്കും. ഒരു ഒറ്റ ആൾ മതി ഒരു ദേശം മൊത്തം വിടുവിക്കപ്പെടാൻ എന്നിരിക്കെ, അങ്ങനെ ബൈബിൾ നമ്മെ പഠിപ്പിച്ചിരിക്കെ, എന്നാൽ 10 നീതിമാന്മാർ ഒരു ദേശത്ത് ഉണ്ടായിരുന്നാലും ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റേതായ മറ്റൊരു സത്യമെന്ന് പറയുന്നത് തന്നെ. ഒരു ഒറ്റ സ്ത്രീയാണ് ശമരിയ പട്ടണം മുഴുവനും ദൈവത്തിലേക്ക് കടന്നു വരുവാനിടയായത്. അത് തന്നെ ബൈബിൾ നമ്മളെ വ്യക്തമായി തെളിവായി പഠിപ്പിച്ചു തരുന്നുണ്ട്. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഈ ചങ്ങല ഒഴികെ എല്ലാ പേരും മാനസാന്തരത്തിലേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും. ജോഷുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് മറ്റാരെയും കൊണ്ടുവന്നില്ലെങ്കിലും സ്വന്തം കുടുംബത്തെയെങ്കിലും കരുതുവാൻ ഇടയാകട്ടെ. അപ്രകാരം തന്നെ നോഹയും നോഹയുടെ മക്കളെയും സ്വന്തക്കാരെയും കരുതുവാനും ആ ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്തുവാനും കഴിഞ്ഞതുപോലെ ദൈവം തൻ്റെ രക്ഷാപദ്ധതി ഒരുക്കി അതിലൂടെ കടക്കുന്ന എല്ലാ പേർക്കും ദൈവമായ കർത്താവ് ആ രക്ഷയുടെ പദ്ധതിയെ ഒരുക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു എന്ന വാതിലിലൂടെ ആ രക്ഷാപദ്ധതി നമുക്കിനി വേറെ ഒന്നും അവിടെ ചെയ്യാനില്ല. അതിലൂടെ കടന്നു പോകുക മാത്രമാണ് ചെയ്യേണ്ടത്. ദൈവമായ കർത്താവ് നമുക്ക് ഒരവസരം കൂടെ അതിനായി നൽകിയിരിക്കുകയാണ്. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമായത് എല്ലാം, സമാധാനത്തിന് വേണ്ടത് എല്ലാം ഒരുക്കി തൻ്റെ സ്വന്തം പുത്രനെ തന്നെ അതിനായി നിയോഗിച്ചു. നമ്മുടെ അരുമനാഥൻ്റെ ചങ്ക് തകർത്തുകൊണ്ട് ആ പദ്ധതി നടപ്പിൽ വരുത്തിയെങ്കിൽ നാം അത് സ്വീകരിക്കാതെ അല്ലെങ്കിൽ സ്വീകരിച്ചിട്ട് അതിനെ ആ രക്ഷയെ ഗണ്യമാക്കിയിട്ടും വീണ്ടും ക്രിസ്തുവിനെ ക്രൂശിക്കുന്നവരായി നടന്നാൽ മുതൽ മുടക്കിയവൻ്റെ ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കേണ്ടി വരും. ദൈവത്തിൻ്റെ ആ ക്രോധ ദിവസത്തിൽ അവൻ്റെ മുന്നിൽ നിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. ദൈവകരം നമ്മുടെ മേൽ ഭാരമായി വരുവാൻ ഇടയായിത്തീരും. രക്ഷകനായി വന്നവൻ ശിക്ഷകനായി മാറുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. നമ്മോടുള്ള ദയ, കരുണ, മനസ്സലിവ് എല്ലാം മാറ്റി നമ്മെ നിത്യനരകത്തിന് യോഗ്യരാക്കി തീർത്തു കളയുന്ന ഒരു ദൈവത്തെയാണ്. അതുകൊണ്ട് തന്നെ നാം ദൈവത്തെ ഭയത്തോട് തന്നെ, അല്ലെങ്കിൽ ദൈവം സ്നേഹമാണ് എല്ലാം തന്നെ, പക്ഷേ സ്വന്തം പുത്രൻ്റെ ചങ്ക് തകർത്തുകൊണ്ട് തന്നതായതുകൊണ്ട് തന്നെ നാം അതിനെ ഗണ്യമാക്കാതെ പോയാൽ നാം നിത്യനരകത്തിന് അല്ലെങ്കിൽ നിത്യശിക്ഷയ്ക്ക് കാരണമായി തീരുവാനിടയായിത്തീരും. ഇതിൻ്റെ പിന്നിൽ, അതായത് നാം നിത്യ ശിക്ഷയ്ക്ക് കാരണമായി തീരുവാൻ തക്കവണ്ണം നേച്ചറായിട്ട് അല്ലെങ്കിൽ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് എന്താണെന്നല്ലേ? നമ്മുടെ കോപം തന്നെയാണ്. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ നടപ്പാക്കുന്നില്ല. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിക്ക് ആവശ്യമായത് ചെയ്യുവാൻ കഴിയാതെ വണ്ണം അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വണ്ണം നമ്മിലുള്ള കോപം അതിന് തടസ്സമായി വരുന്നു. അതായത് നമ്മുടെ കോപം അനുസരണക്കേടിലേക്ക്, നമ്മുടെ കോപം നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വണ്ണം നമ്മെ അനുസരണക്കേടിലേക്ക് നയിക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ കോപം എന്ന ഒരു കാര്യമേ പറയുന്നുള്ളൂ എങ്കിലും ഈ കോപം എവിടെ നിന്നാണ് വരുന്നത്? അത് ജഡത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ്. 15 കൂട്ടം കാര്യം പറയുന്നതിൽ അതിൽ ഒന്നാണ് കോപമെന്ന് പറയുന്നത്. കോപം ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് ജഡത്തിൻ്റെ പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ ജഡത്തിൻ്റെ പ്രവൃത്തി ഉള്ളവർക്ക് സ്വർഗരാജ്യം
രാജ്യത്തിലേക്ക് പോകുവാൻ കഴിയുകയില്ല. ജഡത്തിൻ്റെ പ്രവൃത്തി ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും കഴിയുകയില്ല. ജഡസ്വഭാവം ഉള്ളവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ നീതി അംഗീകരിക്കുവാനോ അനുസരിക്കുവാനോ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവം ഇല്ല എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവം നമുക്ക് വെച്ച് നീട്ടിയ രക്ഷ, നിത്യജീവൻ, സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങൾ ഇതൊക്കെ നാം നിരസിച്ചാൽ പിന്നെ എങ്ങനെയാണ് നാം കർത്താവ് ഇരിക്കുന്നിടമായ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ദൈവം നമ്മെ കൊണ്ടുപോകുന്നത്? പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ നമുക്ക് നേടിത്തന്ന നീതിയോടുള്ള രക്ഷ നാം അംഗീകരിച്ച് സ്വീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ആ നീതിക്കൊത്തവണ്ണം കർത്താവിൽ ജനിച്ച് കർത്താവിൽ ജീവിച്ച് കർത്താവിൽ മരിക്കാൻ ഇടയായാൽ ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നമ്മെയും ഉയർപ്പിക്കുവാൻ ഇടയായിത്തീരും. കർത്താവ് ഇരിക്കുന്നിടമായ ആ നിത്യതയിൽ നിത്യ തേജസ്സോടെ ഇരിക്കുവാൻ ദൈവമായ പിതാവ് നമ്മെയും ഇടയാക്കി തീരും. അതുകൊണ്ട് തന്നെ കർത്താവിന് കീഴ്പ്പെട്ട് പിശാചിനോട് എതിർത്ത് നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അതിനായി സഹായിക്കട്ടെ. ഈ വചനങ്ങൾ നമുക്കേറെ അനുഗ്രഹമായി തീരട്ടെ. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.